السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح، وأن يرزقني وإياكم الإخلاص في القول والعمل. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ്. അല്ല, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നേതാവായ, ലോകർക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച, മനുഷ്യർക്ക് മാതൃകയായി, മുഴുവൻ ആളുകൾക്കും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വലാ ഫഖർ, ഞാനാണ് ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവ്. വലാ ഫഖർ, ഞാൻ ഫഖർ പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ കിതാബിലൂടെ നമ്മോട് പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പഠിക്കുന്നത്? അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരം എന്നുള്ളത് ഇത്തിബാഇന് വേണ്ടിയാണ്. അവിടുത്തെ പിൻപറ്റാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നതാണ് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്ന വിജയം കൈവരിക്കാനുള്ള ഏകമാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെ. ഖീല വമൻ യഅബ യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവരാരാണ് അല്ലാഹുവിൻ്റെ റസൂലേ? അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ, ആര് എന്നെ അനുസരിച്ചുവോ, എന്നെ പിൻപറ്റിയോ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ അസാനി, ആരെന്നെ ധിക്കരിച്ചുവോ, ഫഖദ് അബ, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചിട്ടുള്ളവൻ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, അവിടുത്തെ അനുസരിക്കുക, അനുധാവനം ചെയ്യുക എന്നതാണ് സ്വർഗപ്രവേശനത്തിനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, അനുധാവനം ചെയ്യുക എന്നത് അവിടുത്തെ ചര്യകളെക്കുറിച്ചും അവിടുത്തെ സുന്നത്തുകളെക്കുറിച്ചും അവിടുത്തെ ജീവചരിത്രത്തെക്കുറിച്ചും
പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെ അല്ലാതെ സാധിക്കുന്ന കാര്യമല്ല. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ സീറ നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല ഏതുവരെ അവൻ്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സീറ പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം കുഫാറുകളും മുനാഫിഖീങ്ങളുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളും ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളുമായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനെതിരെ, അവിടുത്തെ പ്രവാചകത്വത്തിനെതിരെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ, ആരോപണങ്ങൾ, ഇതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരിൽ പ്രതിരോധം തീർക്കുവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുന്നത്. കുഫാറുകളും മുനാഫിക്കുകളുമായിട്ടുള്ള ആളുകൾ മുൻകാലങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനെതിരെ, പ്രവാചകത്വത്തിനെതിരെ പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങളും ആരോപണങ്ങളും പടച്ചുവിട്ടിട്ടുണ്ട്. അതിന്നും അങ്ങനെയുള്ള ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ എന്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ജീവചരിത്രം യഥാർത്ഥ രൂപത്തിൽ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവർ ഓരോ കാര്യങ്ങൾ പടച്ചുവിടുമ്പോൾ, അല്ല, നിങ്ങൾ പറഞ്ഞത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്, കള്ളമാണ്, വളച്ചൊടിച്ച കാര്യങ്ങളാണ്, യഥാർത്ഥത്തിൽ വാസ്തവം ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ അജ്ർ ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മളിത് ചെയ്തിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പ്രശസ്തിയും കീർത്തിയും യശസ്സും അതില്ലാതായി പോകും എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി വനോളം ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ വറഫഅനാ ലക ദിക്റക, താങ്കളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും മുൻകാലം തൊട്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിന്നും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇമാം അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കുന്ന നുഅല്ലമു മഗാസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ. മുൻഗാമികൾ ഈ സീറ പഠിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം ഗൗരവം നൽകിയിട്ടുണ്ട് എന്നതറിയിക്കുന്ന ഒരു അഥറാണിത്. അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. ഏതുപോലെ? ഖുർആനിലൊരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ. അതൊരു ഉപമയായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്കറിയാം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയം. ഖുർആൻ പഠിക്കുക, അത് ഗ്രഹിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതിനോട് ഉപമിച്ചിട്ടാണ് മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നതിനെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രാധാന്യം ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള പ്രാധാന്യം സീറ പഠിപ്പിക്കുന്നതിന് മുൻഗാമികൾ നൽകിയിരുന്നു എന്നറിയിക്കുന്ന അസറാണ് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്
അദ്ദേഹം പറയുന്നു وتتأكد معرفة السيرة النبوية في مقامين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുക എന്നത് വളരെയധികം അനിവാര്യമായി തീരുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന്, ഗലബത്തുൽ ജഹ്ലി ബിഹാ വദയാഉ ഇൽമിഹാ ഫിൽ ഉമ്മ. സമുദായത്തിൽ ഇതിനെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെക്കുറിച്ച് അജ്ഞത വ്യാപിക്കുക, ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയെക്കുറിച്ച്, ജീവചരിത്രത്തെക്കുറിച്ച് അറിവില്ലായ്മ വ്യാപിക്കുക. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സീറ പഠിപ്പിക്കലും അത് പ്രചരിപ്പിക്കലും വളരെയധികം അനിവാര്യമായി തീരുന്ന കാര്യമാണ്. രണ്ടാമത്തത്, ഫുശുഉ ഖാലത്തി സ്സൂഇ മിനൽ കാഫിരീന വൽ മുനാഫിഖീന ഫിൽ ജാനിബിൻ നബവി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനെതിരെ, പ്രവാചകത്വത്തിനെതിരെ മുനാഫിഖീങ്ങളും കുഫാറുകളുമായിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പടച്ചുവിടുന്ന കള്ള ആരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, അത് സമൂഹത്തിൽ വ്യാപിക്കുന്ന, അല്ലെങ്കിൽ അത് അധികരിക്കുന്ന, വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറ പഠിക്കലും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക എന്നതും വളരെയധികം അനിവാര്യമായി തീരുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സലഫുകളുടെ കാലം തൊട്ട് തന്നെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതിൽ പലതും വിശദമായ രീതിയിൽ പഠിപ്പിക്കുന്ന, പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ കാണാം. അല്ല മുഖ്തസറായി വളരെ സംക്ഷിപ്തമായ രീതിയിൽ ചുരുക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ രചിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അൽ-ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ ഒരു കവിതയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കവിതയുടെ പേര്, അത് ഗ്രന്ഥകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ അവസാനത്തിൽ ആ കവിതയുടെ പേരായി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വതമ്മത്തിൽ ഉർജൂസത്തുൽ മീഇയ്യ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ. അഥവാ ഉർജൂസത്തുൽ മീഇയ്യ എന്ന ഈ കവിത ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് അവസാനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. 100 വരികളടങ്ങുന്ന കവിതയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിലും പലതും ചുരുങ്ങിയ രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മനോഹരമായ ഒരു കവിതയാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഈ ഉർജൂസത്തുൽ മീഇയ്യ എന്ന ഈ കവിത. യഥാർത്ഥത്തിൽ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരംഭത്തിൽ പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു കിതാബാണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഈ കവിത എന്നുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് നാം സൂചിപ്പിച്ചതുപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ പ്രശസ്തനായ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അബിൽ ഇസ്സ് അദ് ദിമഷ്ഖി അൽ ഹനഫി റഹിമഹുല്ലാ. അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അബിൽ ഇസ്സ് അദ് ദിമഷ്ഖി അൽ ഹനഫി. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 731 ആണ്. മരണപ്പെടുന്നത് ഹിജ്റ വർഷം 792 ഹിജ്റ 731 ജനിക്കുകയും ഹിജ്റ 792 വഫാത്താവുകയും ചെയ്തു. വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളർന്നു വരുന്നതും. അദ്ദേഹം ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന്, മുഹഖിഖീങ്ങളായ വലിയ ഇരുത്തം വന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ച വലിയ ആലിമാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ
ഷെയ്ഖന്മാരിൽ പ്രധാനിയായ ഒരാളാണ് അൽ-ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ. തഫ്സീർ എഴുതിയ, ഖുർആനിന് വിശദീകരണം എഴുതിയ മുഫസ്സിറായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ കവിത എഴുതിയ ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിനും സീറയിൽ ഒരു കിതാബുണ്ട്, അൽ ഫുസൂൽ ഫി സീറത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ കിതാബിൻ്റെ പേര്. ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു കിതാബുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ, കേൾക്കുമ്പോൾ മതവിദ്യാർത്ഥികൾക്ക് ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന കിതാബ് അഖീദത്തു തഹാവിയ എന്ന ഇമാം തഹാവി റഹിമഹുല്ലയുടെ അഖീദ രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ വിശദീകരണ ഗ്രന്ഥമാണ് ഷർഹുൽ അഖീദത്തി തഹാവിയ. അഖീദത്തു തഹാവിയക്ക് അദ്ദേഹം നൽകിയ വിശദീകരണം. ആ കിതാബിൽ അദ്ദേഹം ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിനെ, ഉസ്താദിനെ ഇബ്നു കസീർ റഹിമഹുല്ലയെ കുറിച്ച് പ്രത്യേകം പേരെടുത്ത് പറയുന്നത് കാണുവാൻ സാധിക്കും. ഷെയ്ഖുന ഷെയ്ഖ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ എന്ന് ഒരുപാട് തവണ അദ്ദേഹം ഇബ്നു കസീർ റഹിമഹുല്ലയുടെ പേര് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി ثم صلاته على المختار وبعدها كسيرة الرسول منظومة موجزة الفصول. ഈ കവിത അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഹംദ് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിത ആരംഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി, ഖദീമും ബാരിയുമായിട്ടുള്ള അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദ് എന്ന് പറഞ്ഞാൽ ഹുവ സനാഉ അലല്ലാഹ് മഅ ഹുബ്ബിഹി വ തഅദീമി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രശംസിക്കുക, പുകഴ്ത്തുക എന്നതാണ്. മഅ ഹുബ്ബിഹി വ തഅദീമിഹി, അല്ലാഹുവിനെ സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും അല്ലാഹുവിനെ പുകഴ്ത്തുക, അവനെ പ്രശംസിക്കുക എന്നതിനെയാണ് ഹംദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉന്നതമായ നാമങ്ങൾ, പേരുകൾ, ഉന്നതമായ അവൻ്റെ ഗുണവിശേഷണങ്ങൾ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവസ്തുതികൾക്കും അർഹനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ, അതിൻ്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സർവസ്തുതികൾക്കും ഹംദിനും അർഹനായിട്ടുള്ളവനാണ്. എല്ലാ നിലക്കും എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ, സർവസ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ മഹത്തായ പേരാണ് അല്ലാഹ് എന്നുള്ള ഇസ്മ. അതിലേക്കാണ് മറ്റുള്ള എല്ലാ പേരുകളും, അല്ലാഹുവിൻ്റെ മറ്റുള്ള എല്ലാ നാമങ്ങളും അല്ലാഹ് എന്നുള്ള ഇസ്മിലേക്കാണ് മടങ്ങുന്നത്. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മറ്റെല്ലാ പേരുകളും പറയപ്പെടുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതമായ പേരുകളുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് അങ്ങനെയാണ്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ, അല്ലാഹുവിന് 99 പേരുണ്ട് എന്നാണ്. അപ്പം മറ്റുള്ള പേരുകളെല്ലാം ചേർത്തി പറയുന്നത്, മടക്കി പറയുന്നത് അല്ലാഹുവിലേക്കാണ്. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. അല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. നേരെ തിരിച്ചല്ല പറയാം. ആ നിലക്കുള്ള മഹത്തായ ഒരു ഇസ്മാണ് അല്ലാഹ് എന്നുള്ള ഇസ്മ. അതിൻ്റെ അർത്ഥം എന്താണ്? സലഫുകൾ നൽകിയിട്ടുള്ള അർത്ഥം ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ, ആരാധിക്കപ്പെടാനും ഇബാദത്തുകൾ ചെയ്യപ്പെടാനും അർഹനായിട്ടുള്ളവൻ എന്നാണ് അല്ലാഹ് എന്ന ഇസ്മിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാഹിൽ ഖദീം അൽ ബാരി. അൽ ഖദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അൽ ഖദീം എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽപ്പെട്ട പേരുകളിൽപ്പെട്ട ഒരു പേരല്ല.
മറിച്ച് ഇവിടെ അൽ ഖദീം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇഖ്ബാർ എന്ന നിലക്കാണ്, ഖബർ എന്ന നിലക്കാണ്. അള്ളാഹുവിനെ കുറിച്ചൊരു അറിയിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അൽ ഖദീം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട കാര്യമല്ല. മറിച്ച് അത് അള്ളാഹുവിനെ കുറിച്ച് ഖബർ എന്ന നിലക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളും സിഫാത്തുകളും അത് തൗഖീഫിയാണ്. ഖുർആനിലും സുന്നത്തിലും വന്നത് മാത്രം അതിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഖബർ എന്ന നിലക്ക്, അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ശർഈയായ നിലക്ക് തെറ്റല്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഉദാഹരണത്തിന് അൽ ബാഖി എന്നും ബാക്കിയായിട്ടുള്ളവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ അൽ ബാഖി എന്നത് അള്ളാഹുവിൻ്റെ പേരല്ല, പേരിൽപ്പെട്ട ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മല്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഖബർ എന്നുള്ള നിലക്ക് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം തെറ്റായ ആശയം ഉൾക്കൊള്ളാത്ത രീതിയിലുള്ളൊരു പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ നിലക്കാണ് ഇവിടെ അൽ ഖദീം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഖദീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വരുന്നത് പഴയത്, പണ്ടേ ഉള്ളത് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഞാൻ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ടതല്ല, മറിച്ച് ഇവിടെ ഖബർ എന്നതൊക്കെ പറഞ്ഞതാണ്. അത് ഏത് നിലക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്? പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ ഷറഹിൽ കാണാം, അൽ ഔവൽ, അള്ളാഹു ആദ്യമേ ഉള്ളവൻ, അൽ ഔവൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അൽ ഖദീം എന്നത് പ്രയോഗിച്ചിട്ടുള്ളത്. അൽ ഔവൽ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ഔവൽ. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഹുവൽ ഔവലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. ഹുവൽ ഔവൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഔവലാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്. അല്ലദീ ലൈസ ഖബ്ലഹു ഷൈ, അവൻ്റെ മുൻപ് യാതൊന്നും തന്നെയില്ല എന്ന നിലക്കാണ് ഇവിടെ അൽ ഖദീം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അൽ ഖദീം എന്നുള്ളതിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഏറ്റവും നല്ലത് ഏതായിരുന്നു? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിച്ച അൽ ഔവൽ എന്നുള്ള ഇസ്മ് അത് തന്നെ ഉപയോഗിച്ച് പറയുക. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് അൽ ഔവൽ എന്നാണ്. ഈ കാര്യം അഥവാ ഖദീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ടതല്ല എന്ന് ഇബ്നു അബ്ദുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ ശറഹുൽ അഖീദത്തി തഹാവി എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അമ്മ ഇദ്ഖാലുൽ ഖദീമി ഫി അസ്മാഇല്ലാഹി തആല, ഖദീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരിൽ ഉൾപ്പെടുത്തി പറയുക എന്നുള്ളത് ഫഹുവ മശ്ഹൂറുൻ ഇൻദ അക്സരി അഹ്ലിൽ കലാം, ഇൽമുൽ കലാമിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട കാര്യമല്ല. വഖദ് അൻകറ ദാലിക കസീറുൻ മിനസ് സലഫി വൽ ഖലഫ്, പക്ഷേ അത് മുൻഗാമികളിലും പിൽക്കാലക്കാരിലും പെട്ട പണ്ഡിതന്മാരിൽ ധാരാളം പേർ അതിനെ എതിർത്തി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഖദീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മിൽ ചേർത്തി പറയുക എന്നത് മുൻഗാമികളും പിൽക്കാലക്കാരിലും പെട്ട പല പണ്ഡിതന്മാരും അതിനെ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലാ യകൂനു മിനൽ അസ്മാഇൽ ഹുസ്ന, ഖദീം എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെടുകയില്ല. വജാഅ അശ്ശറഉ ബിസ്മിഹി അൽ അവൽ, എന്നാൽ അതേ ആശയം നൽകുന്ന മറ്റൊരു പേര് ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അൽ അവൽ എന്നുള്ള പേരാണ്, ആദ്യമേ ഉള്ളവൻ, ഒന്നാമനായിട്ടുള്ളവൻ. വഹുവ അഹ്സനു മിനൽ ഖദീം, ഖദീം എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ലത് അൽ അവൽ എന്നുള്ളതാണ്. ലിഅന്നഹു യുശ്ഇറു ബിഅന്ന മാ ബഅദഹു ആയിലുൻ ഇലൈഹി വതാബിഉൻ ലഹു ബിഖിലാഫിൽ ഖദീം, അഥവാ അൽ അവൽ ആദ്യമേ ഉള്ളവൻ, ഒന്നാമതായിട്ടുള്ളവൻ എന്ന പേര് എന്തറിയിക്കുന്നുണ്ട്? അതിന് ശേഷമുള്ളതെല്ലാം അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ് എന്നറിയിക്കുന്നുണ്ട്. എന്നാൽ ഖദീം എന്ന പേര് അങ്ങനെയല്ല, പഴയത് എന്ന അർത്ഥമാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ ഏതൊരു പഴയ കാര്യവും, പഴയതായി സംഭവിച്ച ഏതൊരു കാര്യവും അതിനു മുമ്പ് സംഭവിച്ച ഒരു കാര്യവും ഉണ്ടാകും. അപ്പോൾ ആ നിലക്ക് ഖദീം എന്നുള്ള പേര് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മിൽ യോജിച്ചിട്ടുള്ളതല്ല. അതിന് പകരം അൽ അവൽ എന്നുള്ള പേരാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വല്ലാഹു തആല ലഹുൽ അസ്മാഉൽ ഹുസ്ന ലാ അൽ ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ അസ്മാഉൽ ഹുസ്നയുണ്ട്,
ഏറ്റവും നല്ല പേരുകളുണ്ട്. ലാ അൽ ഹസന, നല്ല പേരുകളല്ല, അൽ ഹുസ്ന ആയിട്ടുള്ള പേരുകളാണ്, അല്ലാതെ ഹസനത്തായ പേരല്ല. എന്താ ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ് അർത്ഥം. അത് അള്ളാഹുവിൻ്റെ പേരുകൾ ഏറ്റവും നല്ല പേരാണ്. ഒരു തരത്തിലുള്ള ന്യൂനതകൾ പോലും കടന്നു വരാത്ത രീതിയിലുള്ള പേരുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ എന്നുള്ളത്. അതുകൊണ്ടാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്നത്. ഏറ്റവും നല്ല പേരുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. അപ്പോൾ ഇവിടെ അൽ ഖദീം എന്നുള്ളത് അതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ അഹ്സനായിട്ടുള്ള, അതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ള പേരേതാണ്? ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ പേര് തന്നെയാണ്. ഏതാണത്? അൽ ഔവൽ എന്നുള്ള അവൻ്റെ പേര് തന്നെയാണ്. ഇനി നോക്കൂ, അൽഹംദുലില്ലാഹിൽ ഖദീം അൽ ബാരി, ബാരിയായിട്ടുള്ളവൻ. അൽ ബാരി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തിൽ ആ പേര് വന്നതായി കാണാൻ സാധിക്കും. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അൽ ബാരി എന്നവിടെ അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ പേര് വന്നിട്ടുണ്ട്. എന്നാണ് അതിൻ്റെ അർത്ഥം? അൽ ഖാലിഖുൽ മഖ്ലൂഖാത്ത്, സൃഷ്ടാവ്. സൃഷ്ടാവ് എന്ന അർത്ഥമാണ് അൽ ബാരി എന്നതിൻ്റെ അർത്ഥം. വൽ മൂജിദു ലഹാ ബഅദൽ അദം, ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് പടപ്പുകളെ പടക്കുന്നവൻ, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവൻ. അതാണ് അതിൻ്റെ അർത്ഥം, അൽ ബാരി എന്ന പേരിൻ്റെ അർത്ഥം. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം ഈ കിതാബിൻ്റെ ഷറഹിൽ പറയുന്നു, വലൗ ഖാലൽ ഖദീറുൽ ബാരി, ഇവിടെ അൽഹംദുലില്ലാഹിൽ ഖദീം അൽ ബാരി എന്ന് പറയുന്നതിന് പകരം അൽഹംദുലില്ലാഹിൽ ഖദീർ അൽ ബാരി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലകാന ഔലാ, അതായിരുന്നു ഏറ്റവും നല്ലത്. ഖദീമിന് പകരം ഖദീർ എന്ന് പറയലായിരുന്നു ഏറ്റവും നല്ലത്. ലിഅന്നൽ ഖദീറ മിൻ അസ്മാഇല്ല, കാരണം ഖദീർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മകളിൽപ്പെട്ട ഒരു പേരാണ്. അല്ലദീ തകററ വുറൂദുഹു ഫിൽ ഖുർആനി കസീറ, ഖദീർ എന്ന പേര് ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള പേരുമാണ്. മാത്രവുമല്ല അൽ ബാരി എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ അനുയോജ്യമായും പറയാൻ പറ്റിയ പേരേതാണ്? അൽ ഖദീർ എന്നാണ്. അൽ ഖദീർ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനും കഴിവുള്ളവൻ, ഖുദ്റത്തുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അൽ ബാരി എന്ന പേരിൻ്റെ കൂടെ ഏറ്റവും പറയാൻ അനുയോജ്യമായത് അൽ ഖദീർ എന്നായിരുന്നു. അപ്പോൾ ഖദീമിന് പകരം അൽ ഖദീർ എന്നായിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും നല്ലത് എന്ന് ഷെയ്ഖ് പറയുകയാണ്. ഉസുമ്മ സലാത്തുഹു അലൽ മുഖ്താരി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുകയാണ്, പറയുകയാണ്. അൽ മുഖ്താർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. അൽ മുജ്തബ, അൽ മുസ്തഫ, ഇതൊക്കെ ഒരേ അർത്ഥമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ, സൃഷ്ടികളിൽ നിന്ന് പ്രവാചകത്വത്തിനായി, റിസാലത്തുമായി, നുബുവത്തുമായി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് മുസ്തഫ, മുജ്തബ, മുഖ്താർ എന്നുള്ള പേരുകളൊക്കെ അർത്ഥമാക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്തഫി, അവൻ തിരഞ്ഞെടുക്കും, മിനൽ മലായികതി റുസുലൻ, മലക്കുകളിൽ നിന്നും ചില ദൂതന്മാരെ അവൻ തിരഞ്ഞെടുക്കും, വമിനൻ നാസ്, മനുഷ്യരിൽ നിന്നും ചില ദൂതന്മാരെ അവൻ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര പോലും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് കിനാന എന്ന ഗോത്രത്തെ തിരഞ്ഞെടുത്തത്. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് അള്ളാഹു ഖുറൈശിൻ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ആ ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അൽ മുഖ്താർ എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു വിശേഷണമായി പറഞ്ഞതാണ്. ഒരിക്കലും മുഖ്താർ, മുസ്തഫ, മുർത്തദ, മുജ്തബ ഇതൊന്നും എന്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളല്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശേഷണമായി പറയാവുന്നതാണ്. അതിൻ്റെ എല്ലാം അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അള്ളാഹുവിന് തൃപ്തി ലഭിച്ചവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി ചില പേരുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ്, ഞാനാണ് മുഹമ്മദ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി പറയാം,
അന മുഹമ്മദ് വ അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്. അഹ്മദ് എന്ന പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വ അനൽ മാഹി അല്ലദി യംഹു അല്ലാഹു ബി അൽ കുഫർ, ഞാനാണ് അൽ മാഹി. മാഹി എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലദി യംഹു അല്ലാഹു ബി അൽ കുഫർ, എന്നെ കൊണ്ടാണ് അള്ളാഹു കുഫറിനെ മായ്ച്ചു കളയുന്നത്. വ അനൽ ഹാഷിർ അല്ലദി യുഹ്ശറു നാസു അലാ ഖദമി, എൻ്റെ കീഴിലാണ് കൊണ്ടാണ് പരലോകത്ത് ആളുകൾ ഒരുമിച്ച് ചേർത്തപ്പെടുന്നത്, കൂട്ടപ്പെടുന്നത്. വ അനൽ ആഖിബ്, ഞാനാണ് അന്തിമനായിട്ടുള്ളവൻ, അവസാനമായിട്ടുള്ളവൻ. അഥവാ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിലക്ക് 5ഓളം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. സലാത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? താബിഇയായ അബുൽ ആലിയ അർ-റിയാഹി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, സലാത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലക്കുകളുടെ അരികിൽ, ഉന്നതരായ മലക്കുകളുടെ സന്നിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി പ്രശംസിച്ച് പറയുക എന്നതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അദ്ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നാൽ മലക്കുകളുടെ സന്നിധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പ്രശംസിച്ചു പറയുന്നു, പുകഴ്ത്തി പറയുന്നു. എന്നാൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു മുഅ്മിനീങ്ങളോട് നിർദ്ദേശമായി, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശ്വാസികളെ നിങ്ങൾ അവിടുത്തേക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്. ഇവിടെ ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് ഈ കവിതയിൽ സലാത്ത് എന്ന കാര്യത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞില്ല? സലാം പറഞ്ഞില്ല. പണ്ഡിതന്മാരിൽ ചില ആളുകൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ സലാത്തിൻ്റെ കൂടെ സലാം പറയാതെ സലാത്ത് മാത്രം പറയുക എന്നത് കറാഹത്താണ് എന്ന നിലക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. പക്ഷേ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ സലാം എന്ന വാക്ക് പറയാതെ തന്നെ, സലാം ചൊല്ലാതെ തന്നെ സലാത്ത് മാത്രമായി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന നിലക്ക് പറയുക എന്നത് അനുവദിക്കപ്പെട്ട ജായിസായിട്ടുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോൾ സലാത്തിൻ്റെ കൂടെ സലാമും കൂടി ചേർത്ത് പറയുക എന്നുള്ളതാണ് ഏറ്റവും അക്മലായിട്ടുള്ള പരിപൂർണത. അതാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന കാര്യം അതിലുണ്ട്. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച കാര്യം എന്താണ്? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ്. 2ഉം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരുപാട് പ്രതിഫലം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. കാരണം 2ഉം 2 ഇബാദത്താണ്. സലാത്ത് ഒരു ഇബാദത്താണ്, സലാം മറ്റൊരു ഇബാദത്താണ്. അപ്പോൾ കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുക ഇത് 2 ഒരുമിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രീതിയിൽ 2ഉം കൂടി ചേർത്ത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പൂർണ്ണത എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു വബഅദു, ശേഷം, അഥവാ ഹംദിനും സലാത്തിനുമൊക്കെ ശേഷം, ഹാക സീറത്തർ റസൂലി, ഹാക എന്ന് പറഞ്ഞാൽ ഖുദ്, അഥവാ നീ പിടിച്ചോളൂ, നീ എടുത്തോളൂ, സ്വീകരിച്ചോളൂ. സീറത്തർ റസൂലി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം. ഇതാ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കവിതയുടെ വരികളിലെല്ലാം പരാമർശിക്കപ്പെടുന്ന ജീവചരിത്രം, അതിനെക്കുറിച്ചുള്ള ഇൽമ് നീ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയാണ്. വബഅദു ഹാക സീറത്തർ റസൂലി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ജീവചരിത്രം നീ ഇതാ സ്വീകരിച്ചോളൂ. സഹോദരങ്ങളെ, ചരിത്രങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ സീറ, ജീവചരിത്രം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ്. അതുപോലെ ഒരു ജീവചരിത്രം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിത്വം ഇനി ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഏറ്റവും മനോഹരമായ സീറയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എന്നുള്ളത്. ഇവിടെ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, ദിക്റു അഖ്ബാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു വിലാദതിഹി ഇലാ വഫാതി. സീറത്തുൻ നബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങൾ പറയുക, അത് മനസ്സിലാക്കുക എന്നതാണ് സീറ എന്നതുകൊണ്ട് ഇവിടെ സാങ്കേതികമായ അർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. വബഅദുഹാ കസീറത്തുർ റസൂലി മൻദൂമതൻ മൂജസത്തുൽ ഫുസൂലി. മൻദൂമ, ഇത് കവിതയായ രീതിയിൽ എഴുതപ്പെട്ട ഒരു കിതാബാണ്. മൂജസത്തുൽ ഫുസൂലി, മൂജസ എന്ന് പറഞ്ഞാൽ മുഖ്തസറ, വളരെ ചുരുക്കി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കിതാബാണിത്. സംക്ഷിപ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഈ ഒരു കവിത. അൽ ഫുസൂൽ എന്ന് പറഞ്ഞാൽ, ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഭാഗം, അൽ ഫുസൂൽ ഭാഗങ്ങൾ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ, കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓരോ ഭാഗമായി അദ്ദേഹം ഈ കവിതയിൽ പ്രത്യേകം ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന രീതിയിൽ പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടില്ല എങ്കിലും കവിതയിൽ ഓരോരോ ഭാഗങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുടരെയായി അദ്ദേഹം ഈ ഒരു കിതാബിൽ, ഈ ഒരു കവിതയിൽ സംക്ഷിപ്തമായ രീതിയിൽ, ചുരുക്കിയ രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. വഖദ് ഖറഅതു ഹാദിഹിൽ മൻദൂമത അലൽ വാലിദ്. ഞാൻ എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന് ഞാൻ ഈ കവിത വായിച്ചു കൊടുത്തു. ഫഅജബഹു, അദ്ദേഹത്തിന് ഈ കവിത നല്ല ഇഷ്ടമായി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കവിതയെക്കുറിച്ച് പറയാണ്, മൻദൂമത്തുൻ ജമീല, വളരെ മനോഹരമായ കവിതയാണ്, പദ്യമാണ്. വമുസ്തൗഇബത്തുൻ മഅ വജാസതിഹാ കസീറൻ മിൻ അഹ്ദാസിസ് സീറ. ഇത് സംക്ഷിപ്തമായ ഒരു കവിത, ചുരുക്കിയ ഒരു കവിതയാണെങ്കിലും പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച പല സംഭവങ്ങളും അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും ഈ ഒരു കവിതയിൽ ഗ്രന്ഥകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ അതിനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. മറ്റൊന്ന് മദനിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. മക്കിയായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഹിജ്റക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ. അതിനുശേഷം മദനിയായ സംഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിജ്റക്ക് ശേഷമുള്ള കാര്യങ്ങൾ. സൂറത്തുകളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് മക്കിയായ സൂറത്ത്. മദനിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. അതിൽ ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ കവിത ആരംഭിക്കുന്നത്. നുബുവത്തിൽ കിട്ടുന്നത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയാകുന്നത്? 40-ാം വയസ്സിൽ. അതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ ഈ ഒരു കവിതയുടെ ആരംഭത്തിൽ, പ്രവാചകത്വത്തിന് മുമ്പുള്ള ചില കാര്യങ്ങൾ, 11ഓളം കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങി. അതിനുശേഷമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അതിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ഇവിടെ നുബുവത്തിന് മുമ്പുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമതായി അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞു തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുമായി ബന്ധപ്പെട്ട, ജനനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പരമ്പരയും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് എന്നിങ്ങനെ അവിടുത്തെ കുടുംബ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ആരിലേക്കാണ്? അദ്നാനിലേക്കാണ് അവിടുത്തെ കുടുംബ പരമ്പര അവസാനിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ പറയപ്പെട്ട അദ്നാൻ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ലാ മിർയത ഫീഹി വലാ നിസാ, ആ വിഷയത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല.
അദ്നാൻ വരെയുള്ള കുടുംബ പരമ്പര അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. വഹുവ സാബിത്തുൻ ബിത്തവാതുരി വൽ ഇജ്മാ, അത് അനിഷേധ്യമായ നിലക്ക് മുതവാത്തിറായ നിലക്ക് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വഇന്നമ അശ്ശഅനു ഫീമാ ബഅദ ദാലിക്, അതിന് ശേഷമുള്ള അദ്നാൻ കഴിഞ്ഞിട്ടുള്ള കുടുംബ പരമ്പര അതിലാണ് ആ പണ്ഡിതന്മാർക്കിടയിൽ എന്തുള്ളത്? അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. പക്ഷേ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഒരു കാര്യമാണ് അന്ന അദ്നാൻ മിൻ വലദി ഇസ്മായിൽ നബിയില്ല. അദ്നാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലുള്ള ഒരു വ്യക്തിയാണ്. ഇസ്മായിൽ നബി ആകട്ടെ ആരാണ്? ഇബ്നു ഇബ്രാഹിം, ഖലീലുർ റഹ്മാനായിട്ടുള്ള അലൈഹി അഫ്ളലു സ്വലാത്തി വസ്സലാം ഇബ്രാഹിം, ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അദ്നാൻ എന്ന കാര്യത്തിലും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത മജ്ലിസിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വൽഹാദി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.